നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ദേവിക്ക് വസ്ത്രമിട്ട് അലങ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു ചെറിയ പീസ്, ഒരു 8 ഇഞ്ചിൻ്റെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തുണി ഞാൻ സൈഡിലൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഞെറിവിട്ടിട്ടുണ്ട്, പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഇങ്ങനെ ഒരു നൂലിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ തയ്യൽ മെഷീനിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിങ്ങനെ നൂല് കയറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ദേവിയുടെ വസ്ത്രം ഉടുപ്പിക്കുന്നിടത്ത് ഇത് വച്ചിട്ട് നമുക്കത് കെട്ടിക്കൊടുക്കണം. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ എന്ന് പറഞ്ഞാലും വിഗ്രഹത്തിൻ്റെ അളവനുസരിച്ചാണ് തുണി എടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് സൈഡിൽ നിന്ന് ബാക്കിയുള്ള വശം, അതായത് നീളത്തിൽ കിടക്കുന്ന പോർഷൻ ഇങ്ങനെ ചുറ്റി, പുറകെ കൂടെ ചുറ്റി എടുക്കുക. എന്നിട്ട് നമുക്ക് മറ്റേ അറ്റം പ്ലീറ്റ്സ് എടുക്കും പോലെ എടുത്തിട്ട് ആ കൈയിൻ്റെ ഇടയിലൂടെ എടുക്കണം. കാരണം ഈ കൈയും കാലുമായിട്ടൊന്ന് ഒട്ടിച്ച് വച്ചിരിക്കുന്ന പോലെയാണ് ഈ വിഗ്രഹം. അപ്പോൾ അത് കൈയിൻ്റെ ഇടയിൽ കൂടെ എടുത്താലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് ബാക്കിലേക്ക് നടുക്ക് നിന്ന് ഇങ്ങനെ വൃത്തിയായി ചുറ്റിയെടുക്കണം. ആ ബോർഡറൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ. എന്നിട്ട് തോളിൽ കൂടെ, ലെഫ്റ്റ് ഹാൻഡിൻ്റെ തോളിൽ കൂടെ, ഷോൾഡറിൽ കൂടെ അതെടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ഇച്ചിരി നല്ല ഭംഗിയിൽ ആ കസവ് വരുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് ബാക്കിലേക്ക് വീണ്ടും ചുറ്റിക്കൊണ്ടുവരിക. എന്നിട്ട് ആ പുറകിൽ നിന്ന് ചുറ്റിയ ഭാഗം ഇത്തിരി വിടർത്തി വെച്ചിട്ട്, നേരത്തെ പ്ലീറ്റ്സ് എടുത്ത മാതിരിയാണല്ലോ എടുത്തത്, അതൊന്ന് വിടർത്തി വെച്ചിട്ട് ഈ ഇപ്പുറത്തെ അറ്റവുമായിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുക. ഇനി ആ പ്ലീറ്റ്സൊക്കെ ഇത്തിരി ഭംഗിയിലായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ആ ഞൊറിവൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കാം. നല്ല നീറ്റായിട്ട് വിടർന്നിരിക്കും. ഇനി നമുക്ക് ദേവിയെ ഒന്ന് അലങ്കരിക്കാം. അത് നമുക്ക് എല്ലാ ആഭരണങ്ങളും ഒക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ ദേവിയുടെ അലങ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.